ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാർ എന്ന ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റെയും ദുഃഖമാണെന്നും വീണ ജോർജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. അലക്സ മുഹമ്മദ് തിരുവനന്തപുരം ചേരുന്നു. അലക്സ്, എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം? സുഹേല, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കടുത്ത പ്രതിഷേധം സംസ്ഥാനമെമ്പാടും അലയടിക്കുകയാണ്. ആരോഗ്യ വകുപ്പിനെതിരെയും വകുപ്പ് മന്ത്രിക്കെതിരെയുമുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ, പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നിരവധി മാർച്ചുകൾ, BJPയുടേതുൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റേതുൾപ്പെടെ നിരവധി മാർച്ചുകൾ അങ്ങോട്ടേക്കുണ്ടായി. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റിൽ അനക്സ് 2-ലേക്ക് മഹിളാ കോൺഗ്രസ് അടക്കമുള്ളവർ മാർച്ച് നടത്തി. വിവിധ DMO ഓഫീസുകളിലേക്ക് മറ്റു പ്രതിപക്ഷ യുവജന സംഘടനകളുടെ മാർച്ചുകളും പ്രതിഷേധവും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പോലും ആവശ്യപ്പെട്ട സാഹചര്യമുണ്ട്. ബിന്ദുവിന്റെ മരണത്തിൽ നിന്ന്, അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയാൻ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സാധിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞിരുന്നു. അതിനുശേഷം മന്ത്രി ഔദ്യോഗികമായി അതിലൊരു പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. ആ മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കുറിപ്പ് വന്നിട്ട്. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റെയും ദുഃഖമാണെന്ന് മന്ത്രി വ്യക്തിപരമായി തന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. മെഡിക്കൽ കോളേജുണ്ടായ അപകടത്തിൽ ബിന്ദു മരണമടഞ്ഞ സംഭവം അത്യന്തം വേദനിപ്പിക്കുന്നതെന്നും ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജയും സമാനമായി തന്നെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതായത് ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണമെന്ന് KK ശൈലജ ആവശ്യപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാറിനെതിരെയും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെയും അവഹേളിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും KK ശൈലജ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം സംസ്ഥാന സർക്കാർ എന്ന ഫേസ്ബുക്ക് കുറിപ്പുമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തുന്നത്. ഇനി ഏതൊക്കെ വിധത്തിലായിരിക്കും ആ കുടുംബത്തിന് മറ്റേതെങ്കിലും വിധത്തിൽ നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ധനസഹായമോ ഒക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളത് കാത്തിരുന്നു കാണണം. സുഹൈൽ. അലക്സ, ദുഃഖത്തിൽ പങ്കുചേരുന്നത് അത് നല്ല കാര്യമാണ്, അത് അനിവാര്യവുമാണ്. ആ കുടുംബത്തിന് അത് താങ്ങാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് ആ ദുഃഖത്തിന് വഴിയൊരുക്കിയ ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിലും ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതല്ലേ അലക്സ? അതിനും വീണ ജോർജ് ഉത്തരം പറയണ്ടേ? ഈ പോസ്റ്റ് പോലെ തന്നെ ആ ഉത്തരവാദിത്വം സൂചിപ്പിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടേ? ഇതിനപ്പുറത്തേക്ക് ആ കുടുംബത്തെ ഒന്ന് നേരിൽ കാണാനോ ഫോൺ വിളിക്കാനോ കൂടി തയ്യാറാകണം എന്നല്ലേ മന്ത്രി? സുഹൈൽ, തീർച്ചയായും മന്ത്രി ഇന്നലെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാവിലെ എത്തിയതാണ്. ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പരിപാടി ഇന്നലെ കോട്ടയത്തുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ മാത്രമാണ് മന്ത്രി എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വീട്ടിലേക്ക് എത്തിയിട്ടില്ല. മന്ത്രി അതിനുശേഷം തിരുവനന്തപുരത്തെത്തി ഈ നിപ്പ സംബന്ധിച്ച് സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ഉന്നതതല യോഗത്തിലും മറ്റുമൊക്കെ മന്ത്രി പങ്കെടുത്തിരുന്നു. സെക്രട്ടേറിയറ്റിൽ അനക്സ് 2-ൽ തന്നെ മന്ത്രി ഉണ്ടായിരുന്നു. അവിടേക്കാണ് പ്രതിഷേധങ്ങളുടെ അലയൊലി തീർത്ത് പ്രതിപക്ഷ സംഘടനകൾ എത്തിയത്. മന്ത്രി പക്ഷേ ഇതിലൊരു അന്വേഷണം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ നടപടി വേണം എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരുവിധ കാര്യവും അല്ലെങ്കിൽ യാതൊരുവിധ അറിയിപ്പോ അല്ലെങ്കിൽ മറ്റൊരുവിധ പ്രതികരണമോ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല, നടത്തിയിട്ടില്ല. മറ്റൊരു കാര്യം, ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷാ ഓഡിറ്റ്, അത് കെട്ടിടങ്ങളുടെ ആകട്ടെ, ഫയർ സേഫ്റ്റി ഓഡിറ്റ് ആകട്ടെ, അതെല്ലാം കൃത്യമായി നടപ്പിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശനമായി മെഡിക്കൽ കോളേജിലെ HODമാരോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റായി പറയാനുള്ളത്. അത് നേരത്തെ തന്നെ ആഴ്ചകളിൽ HODമാരുടെ യോഗങ്ങൾ ചേരുന്നുണ്ട്, മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നുണ്ട്. ആ യോഗങ്ങളിൽ കെട്ടിടങ്ങളുടെ സുരക്ഷ, പഴയ കെട്ടിടങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, അവയുടെ എണ്ണം, അതുപോലെ ഫയർ ഓഡിറ്റുമായൊക്കെ ബന്ധപ്പെട്ട കാര്യം കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് കൃത്യമാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി എല്ലാ ആഴ്ചയും അത് കർശനമാക്കിക്കൊണ്ട് HODമാർ പങ്കെടുക്കുന്ന യോഗത്തിൽ അത് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് നേരിട്ട് ഈ DMOമാർക്കും അതുപോലെ HODമാർക്കും ഒക്കെ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ഈ ദാരുണമായ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികൾ ഏതൊക്കെ വിധത്തിൽ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും എന്നുള്ളതൊന്നും അങ്ങനെ ഒരു നടപടികളും കൈക്കൊണ്ടിട്ടില്ല. അത് ആലോചിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. സുഹൈൽ. തണൽ നഷ്ടപ്പെട്ട ആ കുടുംബത്തിന് ആരോഗ്യമന്ത്രിയുടെ ഈ ഫേസ്ബുക്കിലെ പോസ്റ്റിലെ വരികൾ നൽകുന്നത് വലിയ പ്രതീക്ഷയാണ്, നല്ല കാര്യം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ആ എഴുതിയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഉത്തരവാദിത്തമാർക്ക് എന്ത് സംഭവിച്ചെന്നുകൂടി എഴുതിയിടുമ്പോൾ അത് പൊതുകേരളത്തിനും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അലക്സ മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.